ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. ഹയർ എഡ്യൂക്കേഷൻ്റെ 3rd ക്ലാസ് ആണിത്. നമ്മൾ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ചാർട്ടർ ആക്ട് ചാർട്ട് പേപ്പറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർട്ട് പേപ്പർ പിടിച്ചിരിക്കുന്ന ആൾ ഒരു എലിഫൻറ്റിൻ്റെ പുറത്താണെന്ന് പറഞ്ഞു. അതെന്താണ്? എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്. ഓക്കെ, ഇനി ഈ ചാർട്ട് പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ലോർഡ് മെക്കോളേസ് മിനിറ്റ്സ് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ പറഞ്ഞത്? ഈ ആന എവിടെ നിന്നാണ് വരുന്നത്? കാട്ടിൽ നിന്നാണ് അല്ലേ? വുഡ്സ് ഡിസ്പാച്ച്. ഈ ആനയെ വേട്ടയാടിക്കൊണ്ട് ഹണ്ടർ വരുന്നുണ്ട് അല്ലേ? അതാണ് ഹണ്ടർ കമ്മീഷൻ അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ അഥവാ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇവിടം വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പം നമുക്കിനി ഇപ്പോൾ ഹണ്ടേഴ്സ് ഈ ആനയെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ ഹണ്ടേഴ്സ് ഒരു റാലി പോലെയാണ് വരുന്നത് എന്നോർക്കുക. ഓക്കെ, അപ്പോൾ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെങ്കിൽ റാലി കമ്മീഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. അപ്പോൾ റാലി എന്ന് ഓർക്കുമ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. ഹണ്ടർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. രണ്ടും മാറിപ്പോകരുത്. മറ്റ് പേരുകൾ ചോദിച്ച് കാണാറുണ്ട്. അതായത് നെറ്റിന്റെ എക്സാമിന് എപ്പോഴും ഇപ്പം നമ്മൾ ലോജിക്കൽ റീസണിങ്ങിനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാലസികളുടെ മറ്റ് പേരുകൾ നോട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റാലി കമ്മീഷൻ എന്നായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക, ചിലപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് രണ്ട് പേരും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ റാലി കമ്മീഷൻ 1902 ആണ്. എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്? ഇതിന്റെ എയിം എന്താണ്? സ്റ്റഡി ദി കണ്ടീഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെന്റ്. യൂണിവേഴ്സിറ്റികളുടെ മൊത്തത്തിലുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി പഠനം നടത്തുക. എന്നിട്ട് അതിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ആവശ്യമാണെങ്കിൽ അതെന്ത് ചെയ്യുക? റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് റാലി കമ്മീഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 വാസ് ബേസ്ഡ് ഓൺ ദെയർ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇവരുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 വന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ റാലി കമ്മീഷനുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ്. മൊത്തത്തിലുള്ള യൂണിവേഴ്സിറ്റിയുടെ കണ്ടീഷൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 റെക്കമെൻഡ് ചെയ്തത് ആരാണ്? ഈ റാലി കമ്മീഷനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളതിന്റെ ഓർഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടം വരെയുള്ളതിന്റെ ഓർഡർ ആണ് ഒന്ന് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇനി വരുന്ന ഓർഡർ ഞാൻ വരുമ്പോൾ പറയാം. ഓക്കെ, ഇനിയുള്ളതിന്റെ അങ്ങോട്ടൊന്നും ഓർഡർ നോക്കണ്ട. നിങ്ങൾ റാലി കമ്മീഷൻ വരെയുള്ളത് മാത്രം ഒന്ന് ഓർഡറിലായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ആ കോഡ് വെച്ചിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഹോപ്പ് ദി കോഡ് വാസ് യൂസ്ഫുൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ 1906. ഇത് സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആണ് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷനും ഇന്ത്യനൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ടീച്ചിങ് ട്രഡീഷൻസ്, കൾച്ചർ, മോറൽസ് അല്ലേ? അതായത് ഇന്ത്യയുടെ കൾച്ചർ, ട്രഡീഷൻ, മോറൽസ് ഇതെല്ലാം പഠിപ്പിക്കുക എന്നുള്ളതാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, എലോങ് വിത്ത് മോഡേൺ എഡ്യൂക്കേഷൻ, അതിനോടൊപ്പം തന്നെ മോഡേൺ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യണം ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്. വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറയുന്ന പ്രാദേശിക ഭാഷയിൽ എന്ത് ചെയ്യണം? ഇത് പ്രൊവൈഡ് ചെയ്യണം. അതായത് ആ ഇന്ത്യനെസ്സിനെ ഒന്നും കൂടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതല്ലേ സ്വദേശി എന്ന് പറയുമ്പോൾ നമ്മൾ വിദേശിയായിട്ടുള്ള എല്ലാത്തിനെയും ബഹിഷ്കരിച്ചിട്ട് നമ്മൾ സ്വന്തം ദേശത്തുള്ളതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ സ്വദേശി ലീഡേഴ്സ് ആണ് ഇത് സെറ്റപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ട്രഡീഷൻ, കൾച്ചർ, മോറൽസ് ഇതെല്ലാം പഠിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ മോഡേൺ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക. ഏത് ലാംഗ്വേജിലായിരിക്കണം? വെർനാക്കുലർ ലാംഗ്വേജ്, അതായത് ഇന്ത്യൻ ലാംഗ്വേജിൽ അല്ലേ? അതത് സംസ്ഥാനത്തിന്റെ ഭാഷയിലായിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഇതിന്റെ കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഈ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് ജാദവ്പൂർ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് ഈസ് റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി. അപ്പം നമുക്കറിയാം ഒരുപാട് എഡ്യൂക്കേഷണൽ പോളിസി ഉണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് NEP 2020 ആണ് അല്ലേ? 2020 വിദ്യാഭ്യാസ നയമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വിദ്യാഭ്യാസ നയം. അതാണ് എഡ്യൂക്കേഷണൽ പോളിസി. അപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷണൽ പോളിസികളുണ്ട്. ഈ എഡ്യൂക്കേഷണൽ പോളിസിയൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കും അല്ലേ? അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ പോളിസികൾക്ക് വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് 1913 എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ഈ പ്രമേയത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ
പോളിസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ നയം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. NEP എന്നും NPE എന്നും കാണാറുണ്ട്, രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷണൽ പോളിസി 1913 എന്താണ്? ഈ എഡ്യൂക്കേഷൻ പോളിസിയുടെ റെസൊല്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. റെക്കമെൻഡഡ് യൂണിവേഴ്സിറ്റി ഫോർ ഈച്ച് പ്രൊവിൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നെയാണ്, അപ്പോൾ ഇന്ത്യ പ്രവിശ്യകളായിട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രവിശ്യക്കും ഓരോ യൂണിവേഴ്സിറ്റി എന്ന് റെക്കമെൻഡ് ചെയ്തത് എഡ്യൂക്കേഷണൽ പോളിസിക്ക് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓരോ പ്രവിശ്യക്കും ഓരോ യൂണിവേഴ്സിറ്റി വേണം എന്ന് പറഞ്ഞു. പിന്നെ പാറ്റ്ന, ലക്നൗ ആൻഡ് റങ്കൂൺ യൂണിവേഴ്സിറ്റീസ് വെർ സെറ്റപ്പ് ഡ്യൂ ടു ലോക്കൽ പേട്രിയോട്ടിസം. അതായത് പ്രാദേശികമായിട്ടുള്ള ദേശഭക്തിയുടെ റിസൾട്ടായിട്ട് 3 യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്തു. പാറ്റ്ന, ലക്നൗ, റങ്കൂൺ. അതായത് എന്താണ് ഈ പ്രാദേശിക ദേശഭക്തി എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന വികാരമാണെങ്കിൽ നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അതാണ് ലോക്കൽ പേട്രിയോട്ടിസം. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓരോ പ്രവിശ്യക്കും ഓരോ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലേക്ക് വന്നു. പാറ്റ്ന, ലക്നൗ, റങ്കൂൺ യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ അലിഗർ ആൻഡ് ബനാറസ് യൂണിവേഴ്സിറ്റീസ് വേർ സെറ്റപ്പ് ഓൺ റിലീജിയസ് ബേസിസ്. മറ്റേത് സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രാദേശികമായിട്ടുള്ള സ്പിരിറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണെങ്കിൽ ഇത് ഒരു റിലീജിയസ് ബേസിസിന്റെ ഭാഗമായിട്ട് 2 യൂണിവേഴ്സിറ്റികൾ വന്നു. ആ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ തന്നെ അത് റിലീജിയസ് ആയിട്ടുള്ള ഒരു ചായ്വ് ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അല്ലെ. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്നുമാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്? റിലീജിയസ് ബേസിസിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യം ഓർക്കാം. Next is Dhaka University, which was set up due to local patriotism and religion. Local patriotism, religionum കാരണം ഉണ്ടായ യൂണിവേഴ്സിറ്റിയാണ് ഡക്ക. ഓക്കെ, നെക്സ്റ്റ് സാഡ്ലർ കമ്മീഷൻ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. സാഡ്ലർ കമ്മീഷൻ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ നിയോഗിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ പ്രോബ്ലംസ് ഓഫ് കൽക്കട്ട യൂണിവേഴ്സിറ്റി. കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഥവാ സാഡ്ലർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരെന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ പലപ്പോഴും ഓരോ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതി. അതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷനും ഒന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് മാത്രം നോക്കിയിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ കൊടുത്തിട്ടുള്ളത്? മെഷേഴ്സ് ഫോർ വിമൻ എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെ. ഇൻക്രീസിങ് ഓട്ടോണോമി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു മാനേജ് ഡേ ടു ഡേ അഫെയേഴ്സ്, അതായത് ദൈനംദിന കാര്യങ്ങൾ അധികാരം അതത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കുക. അതായത് ഒരു ഉന്നത തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവാതെ ഇപ്പോൾ ഒരു ദൈനംദിന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് അതത് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ അതിന് ഓട്ടോണോമി കൊടുത്തു, അതിന് സ്വയംഭരണാവകാശം കൊടുത്തു. അതായത് ഇപ്പം ഒരു സ്കൂളിന് അതിന്റെ അന്നന്നത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ആ സ്കൂളിന് തന്നെ കൊടുക്കുക, ആ ഓട്ടോണോമി ആ സ്കൂളിന് തന്നെ കൊടുത്തു. ഓക്കെ, അപ്പൊ അതൊക്കെ റെക്കമെൻഡ് ചെയ്തത് ഈ സാഡ്ലർ കമ്മീഷനാണ്. ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ ഡിഗ്രി കോഴ്സസ് ടു ബി ഓഫ് 3 years, അതായത് ഡിഗ്രി കോഴ്സുകൾ 3 വർഷമായിരിക്കണം. അപ്പൊ അതിന് മുന്നേ അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണ് അങ്ങനെയെന്ന്. അതായത് ഇപ്പൊ നമ്മൾ 4 year ഓണേഴ്സ് ഡിഗ്രി ഉണ്ടല്ലേ, അത് പണ്ടും ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ 4 വർഷ ഓണേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നു, നോർമൽ ഡിഗ്രി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ മൊത്തം കോഴ്സുകളെല്ലാം എന്താക്കി 3 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാക്കാൻ റെക്കമെൻഡേഷൻ കൊടുത്തു. സെപ്പറേഷൻ ഓഫ് ഓണേഴ്സ് കോഴ്സസ് ഫ്രം റെഗുലർ കോഴ്സസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓണേഴ്സ് ഡിഗ്രിയും റെഗുലർ ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഓണേഴ്സ് ഡിഗ്രീനെ റെഗുലർ ഡിഗ്രീനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഫെസിലിറ്റീസ് ഫോർ ട്രെയിൻഡ് ടീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ട്രെയിൻഡ് ടീച്ചേഴ്സിന് ഫെസിലിറ്റീസ് കൊടുക്കുക. അതുപോലെ തന്നെ കെയ്ബ് എന്ന് പറയുന്ന ഒരു സംഭവം സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണ് കെയ്ബ്? സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. കെയ്ബിനെ റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാഡ്ലർ കമ്മീഷൻ ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, 1920 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള കാര്യം ഓർക്കുക.
1923 അത് അബോളിഷ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കെയ്ബിന് റെക്കമെൻഡ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാഡ്ലർ കമ്മീഷൻ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് 1920 ആണ്. 1923 അത് അബോളിഷ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഒരു 3 years മാത്രമാണ് ആ കെയ്ബ് എന്ന് പറയുന്ന ഒരു ബോഡി നിലനിന്നിരുന്നുള്ളൂ എന്ന് കാര്യം ഓർക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ സാഡ്ലർ കമ്മീഷന്റെ ഭാഗമായിട്ട് വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ വൊക്കേഷണൽ കോളേജസ് ആൻഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. വൊക്കേഷണൽ കോളേജ് എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന വൊക്കേഷണൽ കോളേജുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് BEd, TTC പോലുള്ള കോഴ്സുകളാണ്. ഓക്കെ, പ്രൊവൈഡ് ലാർജ് എമൗണ്ട് ഓഫ് ഓട്ടോണോമി ടു ദി ടീച്ചിങ് ബോഡീസ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. അതായത് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും ടീച്ചിങ് ബോഡിക്ക് വലിയ തോതിലുള്ള ഓട്ടോണോമി, സ്വയംഭരണാധികാരം കൊടുക്കുക എന്നുള്ളത്. അതായത് അവരവരുടെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡിൽ ആ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് സ്വയംഭരണാവകാശം കൊടുത്തു എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഥവാ സാഡ്ലർ കമ്മീഷൻ. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, സാഡ്ലർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് കെയ്ബാണ്. 1920, 1923 എന്ന് പറയുന്ന 2 ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത കമ്മിറ്റി ഹാർത്തോഗ് കമ്മിറ്റിയാണ്. 1929 ഇതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഇംപ്രൂവിംഗ് ദി ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹാർത്തോഗ് കമ്മിറ്റിയുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സിന്റെ ടീച്ചർ ട്രെയിനിങ്ങിന് അതിന് ഇംപ്രൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളതും. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു 1923 കെയ്ബ് എന്തായി? അബോളിഷ് ചെയ്യപ്പെട്ടെന്നല്ലേ. അപ്പൊ ഹാർത്തോഗ് കമ്മിറ്റി കെയ്ബ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് വീണ്ടും സജസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ കെയ്ബിന് ആദ്യമായിട്ട് കെയ്ബ് വരണം എന്ന് സജസ്റ്റ് ചെയ്തത് ആരാണ്? സാഡ്ലർ കമ്മിറ്റിയാണ്. സാഡ്ലർ കമ്മീഷനാണ്. 1920 അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1923 അത് അബോളിഷ് ചെയ്യപ്പെട്ടു. പിന്നെ 1929 വീണ്ടും ഹാർത്തോഗ് കമ്മിറ്റി എന്ത് ചെയ്തു? കെയ്ബിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ വീണ്ടും സജസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കെയ്ബിന് 2 കമ്മീഷനാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സാഡ്ലർ അഥവാ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനും പിന്നെ ഹാർത്തോഗ് കമ്മിറ്റിയും എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഹാർത്തോഗ് കമ്മിറ്റിയുടെ മറ്റൊരു പോയിന്റ് ആണ് എംഫസൈസ്ഡ് ഓൺ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് റെക്കമെൻഡഡ് ടു ഡൈവേർട്ട് ആവറേജ് സ്റ്റുഡൻസ് ടു വൊക്കേഷണൽ കോഴ്സസ് ആഫ്റ്റർ 8th സ്റ്റാൻഡേർഡ്. അതായത് പ്രൈമറി എഡ്യൂക്കേഷന് കൂടുതൽ എംഫസിസ് കൊടുത്തു, കൂടുതൽ ഊന്നൽ കൊടുത്തു. അതുപോലെ തന്നെ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് പഠനത്തിൽ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു 8ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും അവരെ എന്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണം? വൊക്കേഷണൽ കോഴ്സുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. എന്തിനാണ് അങ്ങനെ വൊക്കേഷണൽ കോഴ്സുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്? വൊക്കേഷണൽ കോഴ്സുകൾ എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് കോഴ്സുകളാണ്, തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ്. അതായത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കുറച്ചും കൂടെ തൊഴിലധിഷ്ഠിത മേഖലയിലേക്ക് തിരിച്ചുവിടുക. 8ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും അവരെ തൊഴിലധിഷ്ഠിത മേഖലകളിലേക്ക് തിരിച്ചുവിടുക. അപ്പോൾ അവർക്കൊരു സ്കില്ല് കൊടുത്തിട്ട് ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്തിട്ട് അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ജോലി കിട്ടുന്ന രീതിയിലേക്ക് അവരെ നർച്ചർ ചെയ്തെടുക്കുക എന്നുള്ളതും ഹാർത്തോഗ് കമ്മിറ്റിയുടെ ഒരു സജഷൻ ആയിരുന്നു. കാരണം ഈ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം 8ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാവും ഈ കുട്ടിക്ക് ഈ ഒരു കോഴ്സിലൂടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്ന് ഉറപ്പുള്ള കുട്ടികളുണ്ടല്ലോ, ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ. അപ്പോൾ അവർക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കില്ല് അവരിൽ കണ്ടുപിടിച്ചിട്ട് ആ സ്കില്ലിനെ നർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളത് റെക്കമെൻഡ് ചെയ്തതും ഹാർത്തോഗ് കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സാപ്രൂ കമ്മിറ്റിയാണ്. 1934 സാപ്രൂ കമ്മിറ്റി. ഇതിനെ സെറ്റപ്പ് ചെയ്തത് UP ഗവൺമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺഎംപ്ലോയ്മെന്റ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള UP ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് സാപ്രൂ കമ്മിറ്റി എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ സാപ്രൂ കമ്മിറ്റി അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിക്കാനാണ്, UPയിലെ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിക്കാനാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം.
എഗെയിൻ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് കോഡ്സ്, പക്ഷേ ചില സമയത്ത് നമുക്ക് കോഡ് ആവശ്യമായിട്ട് വരും. അതായത് ഒരുപാട് കോഡുകൾ പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ മാത്രം പഠിക്കുക. കാരണം ഒത്തിരി കോഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കോഡ് മറന്നു പോകും. പിന്നെ ആ കോഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു കോഡ് പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കോഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഒത്തിരി ഫാക്റ്റുകൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ ചില കോഡുകളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഡാണ് സാപ്രൂ കമ്മിറ്റി. അതായത് സാപ്രൂ കമ്മിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുക, ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് ഷാപ്പാട് കഴിക്കാൻ പറ്റുള്ളൂ. സാപ്രൂ കമ്മിറ്റി. അപ്പോൾ UP ഗവൺമെന്റ് അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി ആണെന്നുള്ള കാര്യം കണക്ട് ചെയ്യുക. ഓക്കെ, ഇറ്റ് പോയിന്റഡ് ദാറ്റ് അൺഎംപ്ലോയ്മെന്റ് വാസ് ഡ്യൂ ടു ഫോൾട്ടി എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇവരെന്താണ് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് അവർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, അൺഎംപ്ലോയ്മെന്റിന്റെ മെയിൻ കാരണം എന്താണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഫോൾട്ടാണ് എന്നാണ് അവർ പറയുന്നത്. വിച്ച് വാസ് പ്രൊവൈഡിങ് ഓൺലി ഡിഗ്രി മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ്. അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പാളിച്ചയാണ് അൺഎംപ്ലോയ്മെന്റിന്റെ മെയിൻ കാരണം എന്നാണ് സാപ്രൂ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. കാരണം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കിൽ ബേസ്ഡ് ആണ് അല്ലേ. അപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ജോലി സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, 3 ഇയർ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേജുകളൊക്കെ അബോളിഷ് ചെയ്യുക എന്നുള്ളതെല്ലാം സാപ്രൂ കമ്മിറ്റിയുടെ മെയിൻ റെക്കമെൻഡേഷനിൽ വരുന്നതാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആബട്ട് വുഡ് റിപ്പോർട്ട്. 1937 ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രോബ്ലങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ളതാണ്. അവർ കൊടുത്ത റിപ്പോർട്ടാണ് ആബട്ട് വുഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അവർ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പോളിടെക്നിക്സ്, അഗ്രികൾച്ചറൽ സ്കൂൾസ് ഫോർ ഇൻക്രീസിംഗ് എംപ്ലോയ്മെന്റ്. അതായത് ജോലി സാധ്യത കൂടുതലുള്ള പോളിടെക്നിക്, അഗ്രികൾച്ചറൽ സ്കൂളുകൾക്കൊക്കെ ജോലി സാധ്യത കൂടുതലാണ്. ഇതെല്ലാം വൊക്കേഷണൽ കോഴ്സുകളാണ് അല്ലെ, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് എന്തിനെ സഹായിക്കും, എംപ്ലോയ്മെന്റിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ആബട്ട് വുഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ പ്രൊപ്പോസ്ഡ് ദാറ്റ് ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ. യൂണിവേഴ്സിറ്റി തലത്തിൽ ഇംഗ്ലീഷ് ആയിരിക്കണം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകളുടെ മാധ്യമം എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്ന ലാംഗ്വേജ് എന്തായിരിക്കണം, ഇംഗ്ലീഷിലായിരിക്കണം പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രപ്പോസ് ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഇതിന്റെ മറ്റു പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വാർദ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, നൈ തലീം ഓർ ബുനിയാദി തലീം. 4 പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. സക്കീർ ഹുസൈൻ കമ്മിറ്റി, വാർദ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, നൈ തലീം, ബുനിയാദി തലീം. സക്കീർ ഹുസൈൻ എന്താണ്, പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ സക്കീർ ഹുസൈൻ കമ്മിറ്റി, ഇന്ത്യയിലെ പ്രസിഡന്റ് ആയിരുന്നു സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 1937 to 38 ആണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി അല്ലെങ്കിൽ വാർദ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, നൈ തലീം ഓർ ബുനിയാദി തലീം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വാർദ സ്കീം അല്ലെങ്കിൽ നൈ തലീം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഇമേജ് എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. ഓക്കെ, ഇനി എന്താണ് ഈ വാർദ സ്കീം അല്ലെങ്കിൽ നൈ തലീം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്, അതായത് മാതൃഭാഷയിലായിരിക്കണം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം റെക്കമെൻഡ് ചെയ്തു. കാരണം ഇത് ബേസിക് എഡ്യൂക്കേഷൻ ആണ് അല്ലേ, പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ ബേസിക് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് എന്തായിരിക്കണം, മദർ ടങ് ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ കരിക്കുലം എന്ന് പറയാൻ കാരണം ഇത് ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിക്കുലം എന്തായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ആണ് ഈ പറയുന്ന നൈ തലീം അല്ലെങ്കിൽ ബുനിയാദി തലീം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്തത് ആരാണ്, ഗാന്ധിജിയാണ്. അപ്പം നൈ തലീം അല്ലെങ്കിൽ ബുനിയാദി തലീം അല്ലെങ്കിൽ വാർദ സ്കീം എന്ന് പറയുന്നത് ആരുമായിട്ട് കണക്ട് ചെയ്യണം, ഗാന്ധിജിയുമായിട്ട് കണക്ട് ചെയ്യണം. ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ് എന്നുള്ളതും ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതും കണക്ട് ചെയ്ത് വെക്കുക. Next is Sargent report or Central Advisory Board of Education report or
പോസ്റ്റ് വോർ എഡ്യൂക്കേഷണൽ റിപ്പോർട്ട്. അതായത് ഫസ്റ്റ് വോർ കഴിഞ്ഞു, സെക്കൻഡ് വോർ കഴിയുന്ന ആ സമയമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ പോസ്റ്റ് വോർ എന്ന് പറയുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധം തീരാറാവുന്നു. ഒന്നാം ലോക മഹായുദ്ധം ഓൾറെഡി 1914 മുതൽ 18 വരെയാണ് അല്ലേ. രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെയാണ് അല്ലേ. അപ്പോൾ ആ രണ്ടാം ലോക മഹായുദ്ധം കഴിയാറാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പോസ്റ്റ് വോർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാർജന്റ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ സാർജന്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? റെക്കമെൻഡഡ് ടീച്ചർ ട്രെയിനിങ് റെക്കമെൻഡ് ചെയ്തു. സ്കോളർഷിപ്പ് ഫോർ നീഡി, അതായത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക. ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ്. അക്കാഡമിക് സ്കൂൾസ് ആൻഡ് ടെക്നിക്കൽ സ്കൂൾസ്, അതായത് ടെക്നിക്കൽ സ്കൂളും വേണം, അക്കാഡമിക് സ്കൂൾസും വേണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ബോഡി ലൈക്ക് UGC. അപ്പോൾ UGC പോലുള്ള ഒരു ബോഡി വരണം എന്ന് ആദ്യം റെക്കമെൻഡ് ചെയ്തത് സാർജന്റ് റിപ്പോർട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ ഓഫ് ഫിസിക്കലി ആൻഡ് മെന്റലി ഹാൻഡിക്യാപ്ഡ് ഷുഡ് ബി പ്രൊമോട്ടഡ്, അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീ ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള എഡ്യൂക്കേഷൻ്റെ ഒരു ട്രജക്ടറി അല്ലേ, അതിൻ്റെ ഒരു ഓർഡർ, ഒരു ടൈം ലൈൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ, കമ്മീഷൻസ് ഒക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. എല്ലാം നമ്മളൊരു കറക്റ്റ് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. Thank you. See you in the next class.